ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ പുതിയ ഫലവൃക്ഷമാണ് വൈറ്റ് ഞാവൽ. വൈറ്റ് ഞാവലിന് പ്രത്യേകമായ പരിചരണമൊന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിനൊരു മധുരമുണ്ട്. ഫ്രൂട്ട് മറ്റേ വൈറ്റ് കളറിലാണ് പഴുത്താലും ഉണ്ടാവുക. നിറയെ കായ്ക്കും. ഇത് ചെറിയ മരമായതുകൊണ്ടാണ് ഇതേപോലെയാണ് അതിൻ്റെ കളർ ഉണ്ടാവുക. ഇതേപോലെ കളർ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് നിറയെ ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളത്. ഓരോ കൊലയിലൊരു 60-80 വൈറ്റ് ഞാവൽ ഉണ്ടായിട്ടുണ്ട്. കുറേ അധികം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വളർച്ച ഈ ഫ്രൂട്ട്സിൻ്റെ ഗ്രേപ്സിൻ്റെ കൊല പോലെയാണ് ഉള്ളത്. ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ പലതും വളരില്ല. എല്ലാം കുരുന്നാവും. കുരുവാവും കൂടുതൽ. 1, 2, 3 ആയിട്ട് ഓരോ കൊലയിലും ഉണ്ടാകുമ്പോൾ അതിൻ്റെ വളർച്ച വ്യത്യാസമായിരിക്കും. ഇത് ഓൾ സീസണാണ്. എല്ലാ സമയത്തും നമുക്ക് ഞാവൽപ്പഴം കിട്ടും. കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കോഴിവളം എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. നമ്മൾ കുഴപ്പമില്ലാത്ത വളർച്ചയുണ്ട്. നല്ല രീതിയിൽ വളരും. അധികം വലുതായി ഇത് ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സായി ഇത് വെച്ചിട്ട്. എൻ്റെ അത്ര ഉയരമായിട്ടുള്ളൂ. ഇതുമ്പോൾ നിറച്ച് കൊലയായിട്ട് കാച്ചിട്ടുണ്ട്. പക്ഷേ പല സമയത്തും കണ്ടോ, ഒരു കൊലയിൽ നിങ്ങളെ നോക്കി നിൽക്കൂ, എത്രയുണ്ടാവും? ഒരു 60-70 കായുണ്ട്. പിന്നെ പല സമയത്തും ഒരു അറ്റാക്കിങ് ഉണ്ടാവും. ഇത് ഇവിടെ ഈ കായ നോക്ക്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതുമ്മ ഫുള്ള് ഏതോ ഒരു പ്രാണി വന്ന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ള ജ്യൂസെല്ലാം കളഞ്ഞിട്ട് വെറും കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തോലും നമുക്ക് അത്ര ഉപയോഗപ്രദമാവില്ല. ഇതിനെല്ലാം കുത്തൊന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ കവർ ചെയ്തിട്ട് മറ്റേ പ്ലാസ്റ്റിക് കവർ വരില്ലോ ഓൺലൈനിൽ, അതിൻ്റെ കവർ ഇട്ടിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ കായയ്ക്ക് നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് വൈറ്റ് ഞാവൽ. വൈറ്റ് ജാമൂൺ എന്ന് പറയും വൈറ്റ് ഞാവൽ. പിന്നെ അതിൻ്റെ അപ്പുറത്തും പല മരങ്ങളും ഉണ്ട്. ഒന്നിനും പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് മാവുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പ്ലാവുണ്ട്. ആ വലിയ മരം നിങ്ങൾ കാണുന്നത് ഓറഞ്ചാണ്. അങ്ങനെ കുറേ സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു പുതിയ മരത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് കപ്പൽ. ഇതെല്ലാവരും യൂട്യൂബിലെല്ലാം കണ്ടുണ്ടാവും. ഇതിൻ്റെ ഫ്രൂട്ട് ഭയങ്കര കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വെറ്റിന് നല്ല പെർഫ്യൂമിൻ്റെ മണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഇതുവരെ നമുക്ക് ഫ്രൂട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മരം അത്യാവശ്യം വളർന്നുണ്ട്. ഇതിൻ്റെ കൂമ്പ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ആലിലേര പോലെയാണ്. എല്ലാ കൂമ്പും റെഡ് കളറായിട്ട് വരും. കണ്ടോ? ഇപ്പം അത് ആ സമയം കഴിഞ്ഞു. ഓരോ പ്രാവശ്യം വരുമ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ആ കൂമ്പ് ഇങ്ങനെ മേലെ പോവില്ല. നെക്സ്റ്റ് ഒരു വളട്ടൊട്ട് റെഡിയാകുമ്പോൾ മാത്രം അതൊന്ന് മേലേക്ക് പോകും. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ തളർന്ന പോലെ കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ പീച്ചാണത്. ഇന്ന് പീച്ചിന് നന്നായി ഫ്ലവർ ഇട്ടുണ്ട്. ഒരു പീച്ച് മരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് ഫുള്ള് പീച്ച് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെന്തോ ഒരു വെള്ളം അടിയിൽ കെട്ടി നിന്നിട്ട് എന്തോ ചീഞ്ഞു പോയി. ഇപ്പോൾ പുതിയതല്ല, ഒരു 1.5 വർഷമായി ഉണ്ടാവും ഇത് വെച്ചിട്ട്. അത്യാവശ്യം നല്ല വളർച്ചയിൽ പീച്ച് മരം കാണാത്തവർക്ക് കണ്ടോ. ഇത് നല്ല അടിപൊളി മരമാണ്. ഇതിന് ഒരു സമയത്ത് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇതിൻ്റെ ഇല ഒന്നും കാണില്ല. എല്ലാം കൊഴിഞ്ഞ് താഴെ വീണിട്ട് ഫുള്ള് ഫ്ലവറിങ് മാത്രമാണ്. ഫ്ലവറിങ് ടൈമിൽ ഈ ഇല ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഈ മുഗ് പോലെ ഇതുണ്ടല്ലോ, അവിടെ ഏറ്റവും ഫ്ലവറാവും. ഒരു ചെറിയൊരു കായ കാണിച്ചുതരാം. ഇതാണ് പീച്ചിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ട് പീച്ച് കണ്ടോ. ഇതാണ് പീച്ച്. ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളൂ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഒരു ആപ്പിളിൻ്റെയും പീച്ചിൻ്റെയും ഫ്ലവറൊക്കെ ഒരുവിധം ഏകദേശം ഒരേപോലെയാണ്. ഒരു പിങ്കിഷും ഒരു വൈറ്റും കളറിലാണ്. പിങ്ക് കളറിലും ഫ്ലവർ ഉണ്ടാവും, വൈറ്റ് കളറിനാവും. ചിലപ്പോൾ ഫീമെയിലും മെയിലായിരിക്കാം. ഇത്